നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്വീൻ വിക്ടോറിയ മാർക്കറ്റിലാണ്. അതായത് സദേൺ ഹെമിസ്ഫിയറിലെ തന്നെ വെച്ച് ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് മെൽബണിലെ ക്വീൻ വിക്ടോറിയ മാർക്കറ്റ്. പക്ഷെ നമ്മൾ വന്നത് അവിടുത്തെ സമ്മർ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. മാർച്ച് 13 വരെയാണ് ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളത്. എന്താ സമ്മർ മാർക്കറ്റ് എന്ന് ഫുള്ളും പോയിട്ട് കാണാം. വലിയ സസ്പെൻസ് ഒന്നും ഇല്ല. ഞങ്ങള് സാധാരണ ഫുഡ് അടിക്കാനാണല്ലോ പുറത്തു പോണത്. ഇത് ഫുഡ് മാർക്കറ്റ് ആണ്, സമ്മർ നൈറ്റ് മാർക്കറ്റ്. അപ്പൊ ഇവിടെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡ് വെറൈറ്റീസ് അതിന്റെ ഉള്ളിലുണ്ട്. കുറെ സ്റ്റാളുകളായിട്ടുണ്ടാവും, കുഞ്ഞു കുഞ്ഞെ സ്റ്റാളായിട്ട്. അപ്പൊ നമുക്ക് അവിടെ പോവാം, ഓരോന്നും കാണാം, ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാം, കഴിക്കാം. അപ്പൊ നമ്മുടെ മെൽബണിലെ ഈ സമ്മർ നൈറ്റ് മാർക്കറ്റ് എല്ലാ ബുധനാഴ്ചകളിലും മാത്രമേ ഉള്ളൂ. ഇപ്പൊ മാർച്ച് 13 വരെയാണെന്ന് തോന്നുന്നു. 13 വരെയാണുള്ളത്. എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം ഒരു 5 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു 10 മണി വരെയാണ്. ആക്ച്വലി ഇവിടെ ഫുഡ് മാത്രമല്ല, വേറെ കുറെ സ്റ്റാളുകളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട കുറെ കുഞ്ഞു കുഞ്ഞി ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കുറെ ഭംഗിയുള്ള സംഭവങ്ങള്, കുഞ്ഞു ചെടികൾ വേണമെങ്കിൽ അത്, അതുപോലത്തെ പിന്നെ ബുക്സ്, അങ്ങനെ വേറെ കുറെ വെറൈറ്റി സ്റ്റാളുകൾ ഇതിന്റെ അടുത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഭാഗത്തു കൂടെ ഒന്ന് പോവാം. ഇത് തൊപ്പിക്കട, കുറെ രസമുള്ള തൊപ്പികളുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടെ കുറെ കമ്മല്, ബാഗ്, വളകള്, അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ്. ഇവിടെ മുകളിൽ മുഴുവൻ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗത്തുകൂടെ നടക്കാൻ. രണ്ട് സൈഡിലും നിറയെ കടകളാണ് കേട്ടോ. ഇവിടെ സോപ്പ് പോലെ കുറെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എന്തൊക്കെയാണ് ഇതിലുള്ള. സോപ്പ്, ഓയില്, സ്പ്രേ, അങ്ങനെയൊക്കെയാണല്ലേ. ഷൂസ്, സോക്സ്, കുട്ടികളുടെ ഇത്, പിന്നെ എന്തൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവമുണ്ട്, കണ്ണിന്റെ ഫോട്ടോ എടുക്കാം, അങ്ങനെ ഒരു സെക്ഷൻ കേട്ടോ. അത് കാണിച്ചു തരാം കേട്ടോ. അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതാണ് ഫോട്ടോഗ്രാഫ് യുവർ ഐ. ഈ കാണാൻ നമ്മളവിടെ പോയിട്ട് ആ മെഷീനിൽ, ആ കാണുന്ന മെഷീനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ വേണമെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വെക്കാം. ഇത് നല്ല രസമല്ലേ, ഒരു ക്രിസ്മസ് ട്രീ ആണത്. ഫുൾ നൂലോണ്ട് അവര് തുന്നി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. പൈസ ഇല്ലാത്തവരാരും ബുദ്ധിമുട്ടണ്ട, ATM ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ വന്നിട്ട് ക്യാഷ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും ആവും. ഇവിടെ വേറെ എന്തൊരു സംഭവം ഉണ്ടല്ലോ, പാട്ട് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാവും. ഈ മാർക്കറ്റിൽ കുറെ ഇടയ്ക്കിടയ്ക്ക് പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടാവും. നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ നമ്മള് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫുഡിന്റെ കാഴ്ചകളിലേക്ക് പോവാം. കണ്ടു എന്തൊരു തിരക്കാ, ഫുൾ ആളുകളും ഇവിടെയാ. എല്ലാ സ്റ്റാളിന്റെ മുമ്പിലും കട്ടയ്ക്കും. കരിമ്പിൻ ജ്യൂസ് മക്കളെ, കരിമ്പിൻ ജ്യൂസ്. പക്ഷെ ഇത് കുടിച്ചു നോക്കി, നമ്മുടെ നാട്ടിലെ കരിമ്പിൻ ജ്യൂസിന്റെ 7 അയലത്തെത്തില്ല എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് കുടിച്ചിട്ട് എത്ര, ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയില്ല. ഞാൻ കരിമ്പിൻ ജ്യൂസിന്റെ ഒരു ആരാധികയല്ല എന്തായാലും. പക്ഷെ രസമുണ്ട് അവരുണ്ടാക്കുന്നതാണ്. ഇവിടെ കുറെ പേര് വന്ന് വാങ്ങിപ്പോണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കഴിക്കാനുള്ള ആദ്യത്തെ സാധനം ഇതാ,
അമ്മ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അമേരിക്കൻ ഡോണറ്റ്സ് ആണ്. എങ്ങനെയുണ്ട്? എത്ര? അതെ, 5 എണ്ണം $10 അല്ലേ? കാണിക്കൂ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കും നമ്മുടെ ഡോണറ്റ് എങ്ങനെയാന്ന്. ജാം ഡോണറ്റ് ആണ്. അതെ. ഓ ഇതും ഇവിടെ തുടങ്ങി. അപ്പയ്ക്കോ കാണിക്കാം, ഇതൊന്ന് തരാം കേട്ടോ. അടിപൊളി ജാം ഡോണറ്റ്. അടിപൊളിയുണ്ട്. ഇത് പോർച്ചുഗീസ് ടാർട്ടാണ്, കാസ്റ്റാനാട്ട. എന്തൊരു സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ചർ ആണ്. അതിനുള്ളിൽ തന്നെ അങ്ങോട്ട് ശരിക്കും നോക്കട്ടെ. 4 പുറം ഭയങ്കര സോഫ്റ്റ് ആണ്. കസ്റ്റർഡ് തന്നെ. നല്ല ബട്ടറിന്റെ സ്വാദാണ്. എങ്ങനെയുണ്ട്? ചീസാണ് മൊത്തം. നമ്മുടെ അതെ, അതിന്റെ അത്ര ഒന്നും എത്തില്ല. അതായത് കുറച്ച് തിന്നു വരുമ്പോ ചെറിയൊരു മധുരട്ടുണ്ട്, പിന്നെ ചീസ് ഉണ്ട്, പിന്നെ പൊട്ടറ്റോ. അപ്പൊ കുറേശ്ശെ കഴിച്ചു വരുമ്പോ സ്പാനിഷ് ആണ്. ടേസ്റ്റ് ഓഫ് സ്പെയിനിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഞണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ റൈസിൽ പുഴുങ്ങി എന്തൊക്കെയോ ഉണ്ടാക്കിയ ബിരിയാണി പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളും കറിയൊക്കെയാണ് കേട്ടോ. വാങ്ങിയ വേറൊരു ഐറ്റാണിത്, പാൻസറോട്ടി. അതായത് ഒരു ഇറ്റാലിയൻ ഫുഡാണ് അത്രേ. ഇത് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, കഴിഞ്ഞ ആഴ്ച. അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല, പക്ഷെ അന്ന് നല്ല ഇഷ്ടമായതാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു ഫ്ലേവറാണ് ഇത് വാങ്ങിയത്. ഉള്ളിൽ സ്റ്റഫിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബ്രെഡ്, അതാണ് സംഭവം. ഇതിൽ റിക്കോട്ട, സ്പിനാച്ച്, ചീസ് അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതൊരു ചെറിയ സംഭവമാണ്, പക്ഷെ അടിപൊളി. ഫുഡൊക്കെ എന്ത് വെറൈറ്റിയാ. ഞാൻ ഇതുവരെ കാണാത്ത കുറേ ഫുഡ് ഐറ്റംസ്. എങ്ങനെ ഇതൊക്കെ ട്രൈ ചെയ്യും അതാണ് അറിയാത്തത്. ഈ ഒരു ചെറിയൊരു വൈറലേ ഉള്ളൂ. ഓ അടിപൊളി. എന്തായാലും സൂപ്പറാണ് ഈ സമ്മർ മാർക്കറ്റ്. മെൽബണിൽ ഈ ഒരു സമയത്ത് നവംബർ ടു മാർച്ചിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മിസ് ചെയ്യരുത്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയധികം വേൾഡ് വൈഡ് ഫുഡ് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ ചെറിയ ഷോപ്പിങ്ങും അതും വേണമെങ്കിൽ ചെയ്യാം. അതിലേക്ക് നമുക്ക് വലിയ താല്പര്യമില്ല, നമുക്ക് ഫുഡാണ് താല്പര്യം.
ഡോണറ്റ്സ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടേസ്റ്റ് തന്നു, ഭയങ്കര സ്വാദാണ് കേട്ടോ. ഇത് നമ്മൾ പഞ്ഞിമുട്ടായുടെ കടയിലേക്കാണ് പോണത്. പഞ്ഞിമുട്ടായി കേട്ടോ അവരുണ്ടാക്കണേ. മാർക്കറ്റിന്റെ ഉള്ളിലെ ലൈവ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് ഒക്കെ കേട്ട് ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ പതുക്കെ നമുക്ക് തിരിക്കാം. അതെ. അപ്പൊ അടുത്ത വീഡിയോയില് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.